पाठ 13 उत्तर लिखो, बताइए आंसर और ले। ക്വസ്റ്റ്യൻ നമ്പർ का കവി കൈസെ ഗീത് ലിഖ്നെ കോ कहते हैं. കവി എങ്ങനെയുള്ള പാട്ട് എഴുതാനാണ് നമ്മളോട് പറയുന്നത്. കവി ജീവൻ की ഗീത് ലിഖ്നെ की बात कर रहा है. കവി ജീവൻ്റെ പാട്ട് എഴുതുന്ന കാര്യമാണ് പറയുന്നത്. കവി ജീവൻ की गीत लिखने की बात कर रहा है. क्वेश्चन नंबर ख കവി കബ് ഹസ്നെ കോ कहते हैं. കവി എപ്പോൾ ചിരിക്കാനാണ് പറയുന്നത്. കവിനെ പീഡാമേ ഹസ്നെ തഥാ ഖുഷ് രഹ്നെ കോ कहता है. നമ്മുടെ വേദനയിൽ ബുദ്ധിമുട്ടിലും ചിരിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനുമാണ് കവി നമ്മളോട് പറയുന്നത്. കവിനെ പീഡാമേ ഹസ്നെ തഥാ ഖുഷ് രഹ്നെ കോ कहते हैं. കവി നമ്മുടെ പീഡയിലും ബുദ്ധിമുട്ടിലും സന്തോഷിക്കാനും അതുപോലെ തന്നെ ചിരിക്കാനുമാണ് കവി നമ്മളോട് പറയുന്നത്. കവി കബ് ഹസ്നെ കോ कहते हैं. കവിനെ പീഡാമേ വി ഹസ്നെ തഥാ ഖുഷ് രഹ്നെ കോ कहते हैं. കവി കൈസെ ഗീത് ലിഖ്നെ കോ कहते हैं. കവി ജീവൻ के गीत लिखने की बात कर रहा है. ജീവൻ്റെ ഗീതം എഴുതുന്നതിനെ കുറിച്ചാണ് കവി നമ്മളോട് ആവശ്യപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ഗ സൂരജ് കെ സപ്നെ കൈസെ ഹോങ്കി. സൂര്യനെ കുറിച്ചുള്ള സ്വപ്നം എങ്ങനെയുള്ളതായിരിക്കും. सूरज के सपने रोशनी से युक्त तथा सभी को सुख पहुँचाने वाला है. സൂര്യനെ കുറിച്ചുള്ള സ്വപ്നം റോഷ്നി യുക്ത് പ്രകാശം നിറഞ്ഞതായിരിക്കും. തഥാ സഭിക്കോ സുഖ് പहुँचाने वाले होंगे. എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്നതും ആയിരിക്കും. सूरज के सपने कैसे होंगे. सूरज के सपने रोशनी से युक्त तथा सभी को सुख पहुँचाने वाले हैं. സൂരജിനെ കുറിച്ചുള്ള സ്വപ്നം പ്രകാശം നിറഞ്ഞതും എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്നതുമായിരിക്കും. കവി അന്ധേരി രാത്തോമേ ക്യാ കർണ ചാഹത്താ ഹെ. കവി ഈ അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ എന്തു ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. കവി അന്ധേരി രാത്തോമേ ഏക് ദിയ ജലാനെ കി ബാത് കർ രഹാ ഹെ. അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ ഒരു ദിയ ജലാനയ്ക്ക് ബാത്ത് കർ രഹാ ഹെ. ഒരു ദിയ ഒരു വിളക്ക് കത്തിക്കാനാണ് നമ്മളോട് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ങ ബാസുരി മേ അനേക ഛേദ് ഹെ ഫിർ ഭി കൈസി ആവാജ് നിക്കൽത്തി ഹെ. ബാസുരി ഓടക്കുഴലിൽ ഒരുപാട് ദ്വാരങ്ങളുണ്ട് അല്ലേ. ഈ ദ്വാരം ഉണ്ടായിട്ടും എങ്ങനെയാണ് ഓടക്കുഴലിൽ നിന്നും നാദം ശബ്ദം പുറത്തേക്ക് വരുന്നത്. ഏത് തരത്തിലുള്ള സ്വരമാണ് പുറത്തേക്ക് വരിക. ബാസുരി മേ അനേക ഛേദ് ഹെ അതായത് പീഡ ഫിർ ഭി ഉസ്ക മൻ മധുർ ആവാജ് മേ ഗാതാ ഹെ. ബാസുരി മേ അനേക ഛേദ് ഹെ ഓടക്കുഴയിൽ ഒരുപാട് ദ്വാരങ്ങളുണ്ട്. അതായത് പീഡ ഹെ അതായത് വളരെ അധികം പീഡ നിറഞ്ഞ അല്ലെങ്കിൽ വേദന നിറഞ്ഞതാണ് അതിൻ്റെ ഹൃദയം. ഫിർബി എന്നിട്ടും ഉൻക മൻ മധുർ ആവാജ് മേ ഗാതാ ഹെ അതിൻ്റെ മനസ്സ് മധുരമായ സ്വരത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നു. കൈസി ആവാജ് ബാസുരി മേ അനേക ഛേദ് ഹെ അതായത് പീഡ ഹെ വളരെയധികം വേദനയും ബുദ്ധിമുട്ടുമുണ്ട്. എന്നിട്ടും മധുരമായ സ്വരത്തിൽ അത് പാടിക്കൊണ്ടിരുന്നു. ഓക്കെ. लेखन कौशल आंसर द क्वेश्चंस. क्वेश्चन नंबर का जीवन के गीत लिखने से कवि का क्या താല്പര്യം है. ജീവൻ്റെ ഗീത് ലിഖോ അതായത് ജീവൻ്റെ പാട്ട് എഴുതുക എന്ന് പറയുന്നത് കൊണ്ട് കവി എന്താണ് ആഗ്രഹിക്കുന്നത്. ജീവൻ കെ ഗീത് ലിഖ്നെ സെ കവി കാ താല്പര്യം है जीवन तथा अर्थ है जिंदा दिल बने रहो दुख तो आते जाते रहते हैं तुम उन्हें हंसकर सहो. ജീവൻ നമ്മുടെ ഹൃദയം ജീവൻ തുടിക്കുന്നതാക്കി വയ്ക്കുക എന്നാണ് കവി അങ്ങനെ പറയുന്നത് കൊണ്ടുള്ള അർത്ഥം. കാരണം ജീവിതത്തിൽ സുഖവും ദുഃഖവും വന്നും പോയുമാണ് ഇരിക്കുക. ഒരു പ്രാവശ്യം ദുഃഖമാണെങ്കിൽ പിന്നെ സന്തോഷമായിരിക്കും. ഇങ്ങനെ സുഖവും സന്തോഷവും വന്നു പോയി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ കൂടി ഹസ്കർ സഹോ ചിരിച്ചുകൊണ്ട് സഹിക്കുക എന്നാണ് കവി പറയുക. ജീവൻ കെ ഗീത് ലിഖ്നെ സെ കവി കാ താല്പര്യം ഹെ ജീവൻ തഥാ अर्थ है जिंदा दिल बने रहो.
दुख तो आते जाते रहते हैं तुम उन्हें हंसकर सखो. അതായത് ജീവിതത്തിൽ സുഖവും ദുഃഖവും വന്നും പോയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ദുഃഖമാണെങ്കിൽ പോലും നമ്മൾ സന്തോഷത്തോടെ അത് സഹിക്കണമെന്നാണ് കവി പറയുക. നമ്മുടെ ഹൃദയം ജീവൻ തുടിക്കുന്നതാക്കി വായിക്കുക. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഖ. उजाले से युक्त सपने देखने के लिए आँखों में कैसा भाव होना चाहिए? ഉജാലസെ യുക്ത് നല്ല തെളിഞ്ഞ പ്രകാശം പോലെയുള്ള സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി നമ്മുടെ കണ്ണുകളിൽ ഏത് ഭാവമാണ് നമ്മൾ നിറയ്ക്കേണ്ടത്? उजाले से युक्त सपने देखने के लिए आँखों में संकल्प ऐसा भाव होना चाहिए कि कठिनाइयों को अपनी समझदारी से हटा देंगे. ആംഖോമേ കൈസ ഭാവ് ഹോന ചായേ, ഇങ്ങനെയുള്ള ഭാവമാണ് നമ്മുടെ കണ്ണുകളിൽ വെക്കേണ്ടത്. ഉജാലസെ യുക്ത സ്വപ്ന ദേഖനെ കെ ലിയെ നല്ല പ്രകാശം നിറഞ്ഞ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി ആംഖോമേ കണ്ണുകളിൽ സങ്കല്പക ഐസ ഭാവ് ഹോന ചായേ, നമ്മുടെ സങ്കല്പത്തിൻ്റെ അങ്ങനെയുള്ള ഭാവമാണ് നമ്മൾക്ക് വേണ്ടത്. കി ദാറ്റ് കഠിനായോംകോ അപ്പനി സമസ്യസാരിസെ കട്ടാതെങ്കിൽ കഠിനതകളെ, കഷ്ടപ്പാടുകളെ, ബുദ്ധിമുട്ടുകളെ സ്വന്തം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമുക്കതിനെ നമ്മളിൽ നിന്നും അകറ്റാനായിട്ട് നമ്മൾക്ക് പറ്റും. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ച് അപഗ്രഹിച്ച് അവയെ മാറ്റി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കവി പറയുക. उजाले से युक्त सपने देखने के लिए आँखों में कैसा भाव होना चाहिए? उजाले से युक्त सपने देखने के लिए आँखों में संकल्प का ऐसा भाव होना चाहिए कि कठिनाइयों को अपनी समझदारी से हटा देंगे. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ, സമझदारी എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് അതിനെ നമ്മളിൽ നിന്ന് അകറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടതെന്നാണ് കവി പറയുന്നത്. ഓക്കെ, താങ്ക് യു. क्वेश्चन नंबर ग. आंसुओं को मोती सी कीमत और हृदय का प्रेम देने को क्यों कहता है? കണ്ണുനീരിന് മുത്തിൻ്റെ വിലയും അവർ ഹൃദയത്തിലെ സ്നേഹവും കൊടുക്കുക എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? आंसुओं को मोती सी कीमत देने से कवि का तात्पर्य है आंसुओं की मोती को समान कीमती मानो और दिल का प्यार दो. आंसुओं का तिरस्कार मत करो, इस तरह एक नई रीत की शुरुआत करो. आंसुओं की मोती सी कीमत देने से कवि का तात्पर्य है കണ്ണുനീർ തുള്ളികൾക്ക് മുത്തിൻ്റെ വില കൊടുക്കണം. അതായത് നല്ല കടലിൽ നിന്ന് എടുത്ത മുത്തുച്ചിപ്പിയിലെ മുത്തിൻ്റെ വിലയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ പെൺകുട്ടികൾ കഴുത്തിലണിയുന്ന 1 രൂപ വിലയുള്ള മുത്തിൻ്റെ വിലയല്ലാണ് കേട്ടോ. അപ്പോൾ മുത്തിൻ്റെ വില കൊടുക്കുക എന്ന് കവി പറയുന്നത് നല്ല ഒറിജിനൽ മുത്തിൻ്റെ വിലയാണ് കൊടുക്കേണ്ടത് കണ്ണുനീർ തുള്ളികൾക്ക്. അതായത് കരയുന്ന ഓരോ ആളുകളെയും നമ്മൾ ആശ്വസിപ്പിക്കണമെന്ന് തന്നെയാണ് കവി നമ്മളോട് പറയുന്നത്. അസുഖം മോത്തിക്ക് സമാൻ കീമത്തിമാനോ, നല്ല വിലവെടുപ്പുള്ള മുത്ത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സമ്മതിക്കുമോ? അതുപോലെ തന്നെയാണ് ഹൃദയം നൊന്ത് കരയുന്നവരുടെ കണ്ണുനീർ തുള്ളികൾക്കും ആ വില നമ്മൾ കൽപ്പിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വീഴാതിരിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അത് നിലത്ത് വീണ് നഷ്ടമാകാൻ നമ്മൾ അനുവദിക്കില്ല. അങ്ങനെ അതിന് വില കൊടുക്കുക. ആസ്വം കാ തിരസ്കാർ മത് കരോ, കരയുന്നവരെ ഒരിക്കലും നമ്മൾ തിരസ്കരിക്കരുത്. നമ്മുടെ മുന്നിൽ വന്ന് ദുഃഖിച്ച് കരയുന്ന ഓരോ ആളുകളുടെയും കണ്ണുനീരിന് നമ്മൾ വില കൊടുക്കുമ്പോൾ അവരെ കരയാൻ നമ്മൾ അനുവദിക്കില്ല. അവരെ നമ്മൾ സഹായിക്കും. എന്താണേലും അവരെ നമ്മൾ സഹായിക്കണമെന്ന് തന്നെയാണ് കവി പറയുന്നത്. കണ്ണുനീർ തുള്ളികൾക്ക് മുത്തിൻ്റെ വില കൊടുക്കുക. ഒന്നോടെ നോക്കിക്കേ. आंसुओं को मोती सी कीमत और हृदय का प्रेम देने का क्यों कहा गया है? आंसुओं को मोती सी कीमत देने से कवि का तात्पर्य है आंसुओं को मोती के समान कीमती मानो और दिल का प्यार दो. आंसुओं का तिरस्कार मत करो, इस तरह एक नई രീതി ശുരുവാത് കരോ. ഇതുപോലെ ഒരു നല്ല രീതി നിങ്ങൾ ആരംഭിക്കുക. കരയുന്നവരെ നമ്മൾ ആശ്വസിപ്പിക്കണമെന്ന് കവി പറയുന്നു.
ഓക്കെ, അപ്പോൾ നല്ലൊരു രീതി ആരംഭിക്കുക. താങ്ക് യു. क्वेश्चन नंबर गा, दर्द सहते हुए हंसने के पीछे कवि का क्या भाव हो सकता है? ദർദ് സഹിച്ച വേദന സഹിച്ചും ചിരിക്കുക എന്നതിനെക്കുറിച്ച് കവിയുടെ ഭാവം എന്താണ്, അത് എന്ത് ഭാവത്തോടെയാണ് കവി അത് നമ്മളോട് സംസാരിക്കുന്നത്? दर्द सहते हुए हंसने के पीछे कवि कहना चाहता है कि दर्द दिखाने में तुम्हारा महत्व नहीं, उसमें दर्द बढ़ेगा ही, उससे भूल कर हंसने से थोड़ा चैन मिलेगा. ദർദ് സഹത്തെ ഹുയെ ഹസ്നേക്ക് പിച്ച്, വേദന എന്തുമാത്രം വേദന നിറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും ചിരിക്കുക എന്ന് പറയുന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ഇതാണ്. ദർദ് ദിഖാനമേ, വേദന നമുക്ക് ദുഃഖമാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ വേദന വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ, നമ്മുടെ മഹത്വം മറ്റുള്ളവരുടെ മുന്നിൽ കുറഞ്ഞു പോകുന്നു. ഉസ്സെ ദർദ് ബടേക, അതിലൂടെ നമ്മുടെ വേദന വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ഉസ്സെ ഫൂൽക്കർ ഹസ്നേസെ തോട ചൈൻ മിലേക, എന്നാൽ ആ വേദന മറന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ സംഘർഷം എന്തുവായിക്കൊള്ളട്ടെ അത് മറന്ന് നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമുക്ക് ഒരല്പം ആശ്വാസം ലഭിക്കും. ഇതുകൊണ്ടാണ് കവി നമ്മളോട് പറയുന്നത് ദർദ് സഹത്തെ ഹുയെ ഹസ്സു. മനസ്സിന് എത്രമാത്രം പീഡയുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും മറ്റുള്ളവർക്ക് മുന്നിൽ അത് കാണിക്കരുതെന്ന് കവി പറയുന്നു. കാരണം നമ്മുടെ വേദന അല്ലെങ്കിൽ ദുഃഖം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ അവർ നമ്മളെ ഇഷ്ടപ്പെടാത്തവരാണ് എങ്കിൽ അവരതോർത്ത് സന്തോഷിക്കും. അങ്ങനെ സന്തോഷിക്കാനുള്ള ഇടം നമ്മൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പീഡ മാനസികമായ വേദന കാണിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, നമ്മളത് എത്രമാത്രം ദുഃഖമുണ്ടായാലും അതിനെ മറന്ന് പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും, നമുക്കും മനസ്സിന് സമാധാനം കിട്ടും. ഇതാണ് കവി പറയുന്നത്. ദർദ് സഹത്തെ ഹുയെ ഹസ്സു, വേദന സഹിച്ചുകൊണ്ട് പുഞ്ചിരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷമായി പ്രകടിപ്പിക്കുക, അല്പം ഒരു ആശ്വാസം നമുക്ക് കിട്ടും. ഇത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കേട്ടോ. വേദന സഹിച്ചുകൊണ്ട് പുഞ്ചിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, ഭാഷാ കൗശൽ, ലാംഗ്വേജ് സ്കിൽസ്. दिए गए शब्दों के पर्यायवाची शब्द लिखो. पर्याय पदം എഴുതണം. തന്നിരിക്കുന്ന വാക്കുകളുടെ പര്യായ പദം എഴുതണം. ഫസ്റ്റ്, മീത്, മിത്ര, ദോസ്ത്, ഫ്രണ്ട് എന്നർത്ഥം വരുന്ന വാക്കാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഖ, ആങ്ക്, നേത്ര, നയൻ. ഗ, ദിയ, ദീപ്, ദീപക്. ഗഗൻ, അംബർ, ആകാശ്. ക്വസ്റ്റ്യൻ നമ്പർ ങ, പീഡ, ധരത്, വേദന. അപ്പോൾ ഇത്രയും വാക്കുകളാണ് കേട്ടോ. എഴുതുക, വായിക്കുക, പഠിക്കുക, നല്ല കുട്ടികൾ ആവുക. ഓക്കെ, താങ്ക് യു. ഭാഷാ കൗശൽ. क्वेश्चन नंबर 2, दिए गए शब्दों का वर्ण विच्छेद करके लिखे. തന്നിരിക്കുന്ന വാക്കുകൾ വർണ്ണങ്ങൾ മാറ്റി ഇട്ട് എഴുതണം. സ അധികം ആ അധികം ങ അധികം ക അധികം അ അധികം ല അധികം പ അധികം ഇ. സങ്കൽപ്പി. ക്വസ്റ്റ്യൻ നമ്പർ ഖ, അന്തസ്. ആ അധികം ന അധികം ത അധികം ആ അധികം സ അധികം അ, അന്തസ്. ഘോസല. ഘ അധികം ഓ സ അധികം ആ ല അധികം ആ, ഘോസല. ബാസുരി. ബ അധികം ആം സ അധികം ഉ ര അധികം ഇ, ബാസുരി. ആസു. ആം അധികം സ അധികം ഉ, ആസു. എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. കവിതാംശ में से വിശേഷൺ और വിശേഷി ചുൻകർ ലിഖിയെ. കവിതയുടെ ഒരു ഭാഗം തന്നിട്ട് വിശേഷണവും വിശേഷവും നമ്മൾ എഴുതുക. എന്താണ് വിശേഷണം എന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ്. വിശേഷ്യ നൗൺ ആണ് അല്ലേ, സംജ്ഞയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക. വിശേഷൻ സങ്കല്പി. ഇതിൻ്റെ അകത്ത് സങ്കല്പി ആംഖോമേ, വിശേഷണം എന്ന് പറയുന്നത് സങ്കല്പിയാണ്, വിശേഷ്യ ആംഖോമാണ്. നൈ രീത്, വിശേഷൻ നൈ, വിശേഷൻ നൈ, വിശേഷ്യ രീത്. നെക്സ്റ്റ്, അത് കൂടാതെ അതിൻ്റെ അകത്ത് വേറെ 3 കാര്യങ്ങൾ കൂടി തന്നിട്ടുണ്ട്. സൂരജ് കെ സപ്നെ, അതിൻ്റെ അകത്ത് വിശേഷൻ വിശേഷ്യം, കാരണം സൂരജ് എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ് അല്ലേ, സംജ്ഞയാണ്. അതുകൊണ്ട് നമുക്കത് ചെയ്യേണ്ടതില്ല. ഏക ദിയ ജലാതെ. അപ്പോൾ നമ്മുടെ പാഠം തീർന്നു. നിങ്ങളതെല്ലാം
പഠിച്ചു മിടുക്കരാവും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത് കാണുന്ന എല്ലാവർക്കും നന്നായി പഠിക്കാനുള്ള കൃപ സർവീസിന് തരട്ടെ. നിങ്ങൾക്ക് എല്ലാം നന്മയും നേർന്നുകൊണ്ട് ഞാൻ ഈ പാഠം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.